ബിജെപിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ച് UDF കൺവെൻഷൻ. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ അമിത്ഷായുടെ ശ്രമമെന്ന് AK ആന്റണി. SNDPക്കെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും രാഷ്ട്രീയ കച്ചവടത്തിന്റെയും വക്താവായിട്ടുള്ള അമിത്ഷാ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ സംഘടിതമായി മുന്നോട്ട് വരുന്നു. SNDPയുമായുള്ള സഖ്യത്തിൽ അവ്യക്തത ബാക്കി വെച്ച് V മുരളീധരൻ. പാർട്ടി രാജ്യം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന്. മൂന്നാം ചേരിയെ പിന്തുണച്ച് G മാധവൻ നായർ. കോഴിക്കോട്ട് CPIM JDU ചർച്ച. തൃശൂർ കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച അധ്യാപികയ്ക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ. കോളേജിൽ നടപടിക്ക് നീക്കം. നിലകൊണ്ടത് മതേതരത്വത്തിനു വേണ്ടിയെന്ന് അധ്യാപിക ദീപ. കാലടി സർവകലാശാലയിൽ ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറിന് വിലക്ക്. ഉത്തർപ്രദേശിൽ മാട്ടിറച്ചി കഴിച്ചതിന് മധ്യവയസ്കനെ കൊന്ന സംഭവത്തിൽ UP സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി. കൊലയുടെ കാരണത്തെക്കുറിച്ച് പരാമർശമില്ല. ഉത്തർപ്രദേശ് സംഭവം രാജ്യത്തിന് നാണക്കേടെന്ന് അരുൺ ജെയ്റ്റ്ലി. ബഹുസ്വരത തകർക്കാനുള്ള നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് നെഹ്റുവിന്റെ അനന്തരവൾ നയൻതാര സീകൾ സാഹിത്യ അക്കാദമി അവാർഡ് തിരിച്ചു നൽകും. നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ ആരോഗ്യ പരിശോധനാ ഫീസ് കുറയ്ക്കാൻ കഴിയില്ലെന്ന് ഖദാമത്ത് ഏജൻസി. നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചു. കൊച്ചിയിലെ ഓഫീസ് തുറന്നു. കോഴിക്കോട്ട് ഓഫീസ് തുറക്കുന്നത് പരിഗണനയിലെന്ന് ഖദാമത്ത്. മൂന്നാർ സമരം തീർത്തില്ലെങ്കിൽ നേതൃത്വം താൻ ഏറ്റെടുക്കുമെന്ന് VS. തൊഴിലാളി സമരം ശക്തം. കൊടും പട്ടിണിയിലായ സമരക്കാർ നിരാശയിൽ. അവശരായ 6 സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ജനതാ പരിവാറുമായി വിഷയാധിഷ്ഠിത സഹകരണമെന്ന് പ്രകാശ് കാരാട്ട്. Common issues we can have a joint movement or struggle, but no political alliance. തെരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ല. ബീഹാറിൽ മതേതര വോട്ടുകൾ ഒരുമിപ്പിക്കാൻ ഇടത് പാർട്ടികൾക്ക് കഴിയുമെന്ന് കാരാട്ട്. ഇന്ത്യയിലെ നിക്ഷേപ സാഹചര്യം മെച്ചപ്പെട്ടതായി ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ. 2016-17 സാമ്പത്തിക വർഷത്തിൽ ചരക്കു സേവന നികുതി നടപ്പാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി. സുതാര്യമായ നികുതി വ്യവസ്ഥ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമെന്ന് മോദി. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ ജാപ്പനീസ് ശാസ്ത്രജ്ഞർക്ക്. പുരസ്കാരം കണികാ പരീക്ഷണത്തിലെ നേതൃപരമായ പങ്കിന്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പോരാട്ടം കൊച്ചിയിൽ. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ആദ്യ പകുതി ഗോൾ രഹിതം. അവസരങ്ങൾ തുലച്ച് റാഫി. Last season was very good for Kerala Blasters, so hoping that we repeat the performance and better it. വിജയപ്രതീക്ഷയിൽ സച്ചിൻ. BJP SNDP കൂട്ടുകെട്ടിനെതിരെ UDF കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. അമിത്ഷാ രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും വക്താവാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മതേതര സ്വഭാവം തകർക്കാൻ ഗൂഢശ്രമം നടക്കുകയാണെന്ന് AK ആന്റണി ആരോപിച്ചു. LDFനെതിരെ കാര്യമായ വിമർശനമില്ലാതെയാണ് പ്രമുഖ നേതാക്കളെല്ലാം പ്രസംഗം അവസാനിപ്പിച്ചത്. മതനിരപേക്ഷതയുടെ മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. വർഗീയ ശക്തികൾ വേരോടിയാൽ കേരളം ഭ്രാന്താലയമായി മാറും. അരുവിക്കര കട്ടിൽ കണ്ട് BJP പനിക്കണ്ട. തെരഞ്ഞെടുപ്പിലെ മത്സരം ഇടതുപക്ഷവുമായാണ്. കേരളത്തിൽ മാത്രം അങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി ഒരു സമുദായ സൗഹാർദ്ദം ഉണ്ടാകേണ്ട. അതുകൊണ്ട് സമുദായ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ അന്തരീക്ഷം കേരളത്തിൽ തല്ലി തകർക്കണം. ഒരു വാശിയിൽ, ഒരു വൈരാഗ്യത്തിൽ അജണ്ടയായി BJPയും RSSും നരേന്ദ്രമോദിയും അമിത്ഷായും ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് ചുട്ട മറുപടി ഈ പഞ്ചായത്തിൽ നമുക്ക് സാധിക്കണം. കള്ളക്കച്ചവടത്തിന്റെ വക്താവാണ് BJP അധ്യക്ഷൻ അമിത്ഷാ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും രാഷ്ട്രീയ കച്ചവടത്തിന്റെയും വക്താവായിട്ടുള്ള അമിത്ഷാ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിൽ ആകൃഷ്ടരായി കച്ചവട മനസ്സുള്ള പലരും, കള്ളക്കച്ചവട മനസ്സുള്ള പലരും, അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ ഒരു തരത്തിലുള്ള ധാർമ്മികമായ ചിട്ടകളോ സമീപനമോ ഇല്ലാത്തവർ അതാത് കാലങ്ങളിൽ തങ്ങളുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ സംഘടിതമായി മുന്നോട്ട് വരുന്നു. സംസ്ഥാനത്തേക്ക് ഭീകരവാദവും തീവ്രവാദവും ഫാസിസവും കടന്നുവരാൻ പാടില്ലെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും സ്ഥാനമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. അനുദിനം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന BJP കേരളത്തിൽ ഏതെങ്കിലും വിധത്തിൽ
എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. വിഭാഗീയതയ്ക്ക് കേരളം ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. നിലവിലെ ദുർഗതി എങ്ങനെയുണ്ടായെന്ന് CPM പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രധാന എതിരാളി ഇടതുപക്ഷമെന്ന് ആവർത്തിക്കുമ്പോഴും BJPയുടെ ശക്തിയെ കുറച്ചു കാണില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, ഡോക്ടർ TM തോമസ് ഐസക് MLA, ശ്രീ ഫിലിപ്പ് എം പ്രസാദ്, ശ്രീ AN രാധാകൃഷ്ണൻ, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ. ആദ്യം ഡോക്ടർ TM തോമസ് ഐസക്. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 15 മിനിറ്റ് നേരമാണ് AK ആന്റണി പ്രസംഗിച്ചത്. അതിൽ ഏതാണ്ട് 9 മിനിറ്റോളം നേരം BJPയെയും വർഗീയ രാഷ്ട്രീയത്തെയും വിമർശിക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇടതുമുന്നണിയെക്കുറിച്ചും CPIMനെക്കുറിച്ചും ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ. അതിൽ തന്നെ വിമർശനമില്ല. ജനകീയ കൺവെൻഷനുകൾ കഴിഞ്ഞു വരുന്ന ഇടതുമുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ മുഖ്യ എതിരാളി എന്നുള്ളത് മാത്രമാണ് AK ആന്റണിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഒരേ ഒരു പരാമർശം. BJP എന്ന പൊതുശത്രു ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള അകൽച്ച കുറച്ചോ? ഇപ്പോൾ ഇത്ര വൈകിട്ടാണെങ്കിലും ഏതാണ്ട് ഒരു 6 മാസമായി ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ട് ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് സൽബോധം വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഉമ്മൻചാണ്ടി സംസാരിച്ചല്ലോ. ഉമ്മൻചാണ്ടിയോട് പത്രലേഖകര് കൃത്യമായിട്ട് ചോദിച്ചല്ലോ BJPയെ കുറിച്ച്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് SNDP അങ്ങനെ പോകുന്ന പ്രശ്നമില്ല, അങ്ങനെ പോകുന്ന തെറ്റാണെന്നുള്ളതല്ല, പോകുന്ന പ്രശ്നമില്ല. ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി എടുത്തുകൊണ്ടിരുന്ന നിലപാട് ഇത്തരത്തിൽ BJP SNDP ബാന്ധവം വരുന്നത് കോൺഗ്രസിന് സഹായകരമായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു സുബോധം വന്നതിൽ സന്തോഷമുണ്ട്. എത്ര കാലം നിൽക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കോൺഗ്രസിന് ചരിത്രം BJPയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ, ഓരോ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയുള്ള ബന്ധത്തിന്റെ ചരിത്രമാണ്. ഒരു പക്ഷേ ഈ നിലപാട്, കോൺഗ്രസിന്റെ മൗനം, മതന്യൂനപക്ഷങ്ങളടക്കം കേരളത്തിലെ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ആശങ്ക, അവരുടെ മനസ്സിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ, അതൊക്കെ ഈ തീരുമാനത്തെ, പുതിയ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഇനി പൊതുശത്രുവിനെതിരെ രണ്ട് മുന്നണി തമ്മിൽ ധാരണയെന്ന് പറഞ്ഞല്ലോ. എന്തുവാ BJPക്ക് അവരുടെ തന്നെ പ്രഖ്യാപന പ്രകാരം അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അടുത്ത നിയമസഭയിൽ അവർ പറയുന്നുണ്ടോ? അതുകൊണ്ട് അവരെവിടെയെന്ന് പൊതുശത്രുവായി തീരുന്ന LDF UDF എതിർപ്പ്, സമരം, പോരാട്ടം, അതാണ് കേരളത്തിൽ നടക്കുന്നത്. ശരി, തുടരുക ഡോക്ടർ TM തോമസ് ഐസക്. ശ്രീ KP അനിൽകുമാർ, ഇവിടെ ഒരു വർഗീയ വിരുദ്ധ സെമിനാറിന്റെ സ്വഭാവമാണ് ഇന്ന് UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉണ്ടായ പ്രസംഗങ്ങൾക്ക് കാണാനാകുന്നത്. ഇത് UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വൈകി ഉദിച്ച വിവേകമാണോ? ഏറ്റവും ഒടുവിൽ SNDP യോഗം BJP ബാന്ധവത്തെക്കുറിച്ച് പോലും AK ആന്റണി പ്രതികരിച്ചത് UDFനെ സംബന്ധിച്ച് അതൊരു ഭീഷണിയല്ല എന്നുള്ള തരത്തിലായിരുന്നു. VM സുധീരൻ ഒഴികെയുള്ള നേതാക്കൾ വലിയ ശബ്ദത്തിൽ അല്ലെങ്കിൽ വലിയ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ UDF കൺവെൻഷനിൽ അതിന് വിരുദ്ധമായ നിലപാടുകളും ശബ്ദങ്ങളുമാണ് കേട്ടത്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇത്തരത്തിലുള്ള ഒരു സമീപനം ശക്തമായി ഉന്നയിക്കാൻ തെരഞ്ഞെടുത്തു? അല്ല, ഇതിനകത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യ രാജ്യത്ത് നേരിടുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനല്ലാതെ BJPയെ നേരിടാൻ ശക്തിയുള്ള, ത്രാണിയുള്ള മറ്റൊരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ തോമസ് ഐസക് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വൈകി ഉദിച്ച വിവേകമാണെന്ന്. ഞങ്ങൾക്ക് വൈകി ഉദിച്ച വിവേകമല്ല. എക്കാലത്തും ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾ ജനതാ പാർട്ടിയോടൊപ്പമോ അല്ലെങ്കിൽ ജാതിമത സംഘടനകൾക്കൊപ്പമോ ഞങ്ങളുടെ കൊടി കൂട്ടിക്കെട്ടിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിന് വേണ്ടി കൂടെ പോയിട്ടില്ല, വേദി പങ്കിട്ടിട്ടില്ല. അതെല്ലാം പങ്കിട്ടിട്ടുള്ള ആളുകള്, ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആളുകള് കേരളത്തിലെ CPM ആണ് എന്ന് മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, BJP എന്ന് പറയുന്ന ഒരു മുന്നണിയെ എതിരാളിയായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. പക്ഷേ BJP ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി
ആ സ്ട്രാറ്റജി എതിർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കൺവെൻഷനുള്ള ആഹ്വാനം. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ്. അവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിക്കുന്നു. ആ മത്സരിക്കുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി കേരളത്തിലെ മതനിരപേക്ഷയെ തകർക്കുന്നതാണ്, കേരളത്തിലെ മതേതരത്വത്തെ തകർക്കുന്നതാണ്, സാഹോദര്യത്തെ തകർക്കുന്നതാണ്. റൈറ്റ്, അതുകൊണ്ട് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു. ദയവായി തുടരുക ശ്രീ അനിൽകുമാർ. ശ്രീ AN രാധാകൃഷ്ണൻ, രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെ വക്താവായ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടിച്ചേർന്ന് കേരളത്തെ കണ്ണുവെച്ചിരിക്കുന്നു. കള്ളക്കച്ചവടത്തിൽ താല്പര്യമുള്ളവരും പൊതുജീവിതത്തിൽ ധാർമ്മികത ഇല്ലാത്തവരുമായ ചിലർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ ഇവരോട് കൂട്ടുചേരുന്നു. ഇതാണ് ഇന്ന് KPCC പ്രസിഡന്റ് പുതുതായി ഉണ്ടായ SNDP യോഗം BJP സഖ്യത്തെ വിശേഷിപ്പിച്ചത്. ഏറ്റവും വലിയ അപകടകരമായ സഖ്യമാണത്, കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആപത്താണ് എന്ന് UDF അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതായത് വർഗീയമായ ബാന്ധവങ്ങൾക്കെതിരെ CPIM-നോട് മാത്രമല്ല, അല്ലെങ്കിൽ CPIM-ന്റെ ഒപ്പമുള്ള പാർട്ടികളോട് മാത്രമല്ല, കോൺഗ്രസിനോടും അതിശക്തമായി എതിരിടേണ്ടി വരുമെന്ന സാഹചര്യമാണ് BJP-ക്ക് മുന്നിലുള്ളത്. ഈ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? ഇല്ല, ഏതായാലും ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ സമ്മേളനത്തെ ഞാൻ കാണുന്നത് കഴിഞ്ഞൊരു 4.5 കൊല്ലമായി ഞങ്ങൾ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള കൂട്ടുകൂടുന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് VM സുധീരൻ്റെ പ്രസംഗത്തിലുടനീളം ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത്. അവരേതാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ BJP പോലുള്ള ഒരു കക്ഷി ഇവരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് വലിയ സ്വാധീനമില്ല, ഞങ്ങൾക്ക് നിയമസഭയിൽ അംഗത്വമില്ല. എന്തിനാണ് ഇത്ര വിരളി കൂടുന്നത്? ആ വിരളിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മാറ്റമാണ്. രണ്ടാമത്, ഇന്ന് ശ്രീമാൻ VM സുധീരൻ്റെ ഭാഷ ഒരു രാഷ്ട്രീയ മാടമ്പിയുടെ ഭാഷയാണ്. ഞാൻ ചോദിക്കട്ടെ, അബ്കാരി മുതലാളിമാരിൽ നിന്ന് പൊതുജീവിതത്തിൽ ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ 10 കൊല്ലം അവരുടെ സ്വകാര്യ വാഹനം ഉപയോഗിച്ച് ഇതുപോലെ ചാരിത്ര പ്രസംഗം നടത്തുന്ന ഒരാളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം 10 കൊല്ലം ഉപയോഗിച്ച അബ്കാരി മുതലാളിയുടെ വാഹനത്തെക്കുറിച്ച് പുറത്തു പറയുകയുണ്ടായല്ലോ. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാടമ്പിത്തരം, പൊതുവെ ഒരു സൗമനസ്യം എന്ന് പുറത്ത് കാണിച്ചുകൊണ്ട് കിടക്കുന്ന VM സുധീരനെ പോലുള്ള ആൾക്ക് ചേർന്നതല്ല. സൗമനസ്യം വാക്കുകളിലും പെരുമാറ്റത്തിലും മതിയല്ലോ. നിലപാടുകളുടെ കാര്യത്തിൽ ആരാണ് സൗമനസ്യം തേടുന്നത്? BJP-യുടെ രാഷ്ട്രീയത്തെ എതിർക്കാൻ, അതിനോട് വിയോജിക്കാൻ, അതിനോട് രൂക്ഷമായി പ്രതികരിക്കാൻ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്. രണ്ടു കൂട്ടർ ഒരേ നിലയിൽ ഒരേ ശക്തിയിൽ പ്രതികരിച്ചാൽ അവർ തമ്മിൽ കൂട്ടുകെട്ട് എന്ന് കാണേണ്ട കാര്യമല്ലല്ലോ. ഇവിടെ AK ആന്റണി ആയാലും VM സുധീരനായാലും മറ്റ് നേതാക്കളായാലും ചൂണ്ടിക്കാണിക്കുന്ന ഭീഷണമായ സാഹചര്യം ഉണ്ട്. ബീഫ് കഴിച്ചതിന് തല്ലിക്കൊല്ലുന്നു, ദലിതൻ അമ്പലത്തിൽ കയറിയാൽ തല്ലിക്കൊല്ലുന്നു, റാഷണലിസ്റ്റുകളെ ജീവിക്കാൻ കഴിയാത്ത വിധം ഉപദ്രവിക്കുന്നു, 3 പേരെ കൊന്നു തള്ളി. ഇങ്ങനെ അങ്ങേയറ്റം ഭീഷണമായ ഒരു കാലത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപ് പറയാത്തത് പലതും പറയേണ്ടി വരും. അതിലെവിടെയാണ് അത്ഭുതം? കൂട്ടുകെട്ടുണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ എന്നുണ്ടോ? താങ്കളെ പോലുള്ള പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടുകളും ഈ അബദ്ധമായ രീതിയിൽ ജനപ്രചരണം നടത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, UP ഭരിക്കുന്നത് ഞങ്ങളാണോ? താങ്കളെപ്പോലുള്ള ആളുകൾ കഴിഞ്ഞ ദൃശ്യമാധ്യമങ്ങളിൽ തുടർച്ചയായി ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ 1-ാം പ്രതി നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഈ നടന്നിട്ടുള്ള സമ്മേളനത്തെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ 2 മുന്നണികളും കേരളത്തിലെ പ്രബല മുന്നണികളല്ലേ? ഞങ്ങൾക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാടമ്പി എന്ന് വിശേഷിപ്പിച്ചാൽ അബ്കാരി മുതലാളിമാരുടെ ഓശാരം പറ്റി കാറിൽ സഞ്ചരിച്ച് കേരളത്തിലുടനീളം നടന്ന് രാഷ്ട്രീയ സത്യസന്ധതയില്ലാത്ത, മാനമില്ലാത്ത ഒരാളെക്കുറിച്ച്, KPCC അധ്യക്ഷനെ കുറിച്ച് ഈ ദൃശ്യമാധ്യമങ്ങളോട് എന്ത് പറയാനാ? അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ലേ? ശ്രീ KP അനിൽകുമാർ, മോദിയുടെയും ഷായുടെയും കയ്യിൽ ചോരക്കറയുണ്ട്. നിസ്സഹായരായ ആളുകളെ വംശഹത്യ നടത്തിയതിന്റെ കറ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും വക്താവായ അമിത്ഷായും നരേന്ദ്രമോദിയും എന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനെയും കടന്ന് വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പൊ AN രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ UP ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ എന്ന്. UP ഭരിക്കുന്നത് ആരും ആകട്ടെ, ഈ രാജ്യത്ത് സാധാരണക്കാരനായ ഒരാൾക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ നൽകുന്ന കുറെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്. എങ്ങനെ ലംഘിക്കപ്പെടുന്നു? ഒരു ഭരണകൂടം അല്ലല്ലോ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഇവിടെ ബീഫ് നിരോധിക്കണമെന്ന് പറഞ്ഞത് UP ഗവൺമെന്റ് ആണോ? അല്ലല്ലോ, BJP അല്ലേ, RSS അല്ലേ? അപ്പൊ ബീഫ് നിരോധിക്കണം എന്ന് പറഞ്ഞ് ആഹ്വാനം നൽകുക, അതിനുവേണ്ടി പ്രചരണം നടത്തുക. അപ്പൊ ബീഫ് നിരോധിക്കാതെ വരുമ്പോൾ അത് ഉപയോഗിക്കുന്നവരെ തല്ലിക്കൊല്ലുക എന്നുള്ള
സ്ട്രാറ്റജി ആരുടേതാണ്? അമിത്ഷായുടേതാ, BJP-യുടേതാ. ആ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഇവിടെ ഭരണമല്ല പ്രശ്നം, അവിടെ UP-യിൽ ആര് ഭരിക്കുന്നതെന്നല്ല പ്രശ്നം. അങ്ങനെയുള്ള സ്ട്രാറ്റജി ഇപ്പൊ അഭിലാഷ് എന്നെ ചൂണ്ടിക്കാണിച്ചു, ക്ഷേത്രത്തിൽ കയറിയ ദളിതനെ തല്ലിക്കൊല്ലുന്നു. ഇന്നലെ സ്കൂളിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട കുട്ടി ആ പാത്രത്തിലൊന്ന് തൊട്ടതിന് ആ കുട്ടിയെ മർദ്ദിക്കുന്നു. ആർക്ക് കിട്ടി? എവിടുന്ന് കിട്ടി അധികാരം? ഇന്നലെ വരെ ഇന്ത്യ രാജ്യത്ത് കേട്ടുകേൾവി ഉണ്ടായിരുന്നോ? ഇല്ല. ആ അധികാരവും ആ അവകാശവും ലഭ്യമാകുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP-കാരനായതിന്റെ പേരിൽ കുറെ ആളുകൾക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് അവസ്ഥ സൃഷ്ടിക്കുന്നു. തുടരുക ശ്രീ അനിൽകുമാർ. ശ്രീ ഫിലിപ്പ് എം പ്രസാദ്, താങ്കൾ ഇന്നലെ SNDP യോഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത ആളാണല്ലോ. പുതിയ രാഷ്ട്രീയ സമവാക്യം രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഇത് കേരളമാണ് എന്ന മുന്നറിയിപ്പാണ് AK ആന്റണി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ നൽകുന്നത്. കേരളത്തിന് രാജ്യത്തിനാകെ മാതൃകയായ സാമുദായ സൗഹാർദ്ദവും മതമൈത്രിയുമുണ്ട്. അത് തകർക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം പുതിയ ബാന്ധവത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാകുന്നു. അത് തകർത്തേ തീരൂ എന്ന വാശിയാണ് ഈ കൂട്ടുകെട്ടിന് പിന്നിൽ എന്ന് വിമർശിക്കുന്നു. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ ആശങ്കയോ ഇല്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് താങ്കൾ കൂടി ഭാഗഭാക്കായ പുതിയ രാഷ്ട്രീയ ചേരി എന്തു മറുപടി നൽകും? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ പ്രാരംഭ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. മതേതരമായ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിക്കാണ് കേരളത്തിൽ പ്രസക്തി. അത്തരമൊരു പാർട്ടിയാണ് SNDP യോഗം കൂടി മുൻകൈയെടുത്ത് സ്ഥാപിക്കാൻ പോകുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ഒരു വർഗീയ അജണ്ട ഇല്ല, ഹിന്ദുത്വ അജണ്ടയില്ല, മൃദു ഹിന്ദുത്വ അജണ്ടയും ഇല്ല. പക്ഷേ അതിനർത്ഥം ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളുമായും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് മുന്നണിയാകുന്നത്, അല്ലെങ്കിൽ ഒറ്റ പാർട്ടി ആയാൽ മതി. അതുകൊണ്ട് BJP-യുടെ എല്ലാ രാഷ്ട്രീയ നയങ്ങളോടുമുള്ള പൂർണ്ണമായ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മുന്നണി രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ നാട്ടിൻപുറങ്ങളിലെ ദളിത് മനുഷ്യരുടെ നേരെ BJP-യുടെ ഏതാനും പ്രവർത്തകർ കാണിക്കുന്ന അഹങ്കാരം നിറഞ്ഞ സമീപനത്തെ ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും അതുകൊണ്ട് ഈ പുതുതായി വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്കില്ല. BJP-യെ പോലും വളരെ വ്യത്യസ്തമായ ഷെയ്ഡ്സിൽ കാണാൻ ഈ പാർട്ടിക്ക് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഒരു മോണോലിത്തിക് യൂണിറ്റി ആയിട്ട്, ഒരു ഏകശിലാ ബ്ലോക്കായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ മുഴുവൻ കാണാൻ കഴിയില്ല. തുടരുക ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. ഡോക്ടർ DM തോമസ് ഐസക്, വർഗീയതയെ എത്രമാത്രം എതിർക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരാൻ പോവുകയാണോ? ആരാണ് അക്കാര്യത്തിൽ കൃത്യമായ, ശക്തമായ, ഫലപ്രദമായ നിലപാടെടുക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ ഇന്ന് UDF-ന്റെ കൺവെൻഷനിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ 77-ലും പിന്നെ 89-ലും ജനസംഘവുമായും BJP-യുമായും ചേർന്ന് അധികാര സമവാക്യമുണ്ടാക്കിയത് ഞങ്ങളല്ല, ഇടതുപക്ഷമാണ്, കോൺഗ്രസ് മുഖ്യ എതിരാളിയായിരുന്ന കാലത്ത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നും മാത്രമല്ല, ഇപ്പോൾ RSSനെ നേരിടാൻ എന്ന പേരിൽ RSSനെ അനുകരിക്കുന്ന രാഷ്ട്രീയം കളിക്കുന്നതും അവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും യഥാർത്ഥ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുകയാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുത്തക ആർക്ക് എന്നതിലുള്ള തർക്കം വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമോ? ഒന്നും ആർക്കൊന്നുമില്ല. മതനിരപേക്ഷ വിശ്വസിക്കുന്ന പലരും ഉണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടിലുള്ളവരും ഉണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ വർഗീയ പാർട്ടിയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ UDF-ന് ഒരു മതനിരപേക്ഷ നിലപാടെടുക്കുന്ന മുന്നണിയാണ് തങ്ങളെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ ലീഗിനെ അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തടിസ്ഥാനത്തിലാണെന്ന്? മതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് വർഗീയത എന്ന് പറയുന്നത് അത് BJP ചെയ്യാൻ പാടില്ല, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ മുസ്ലിം മതത്തിന്റെ അടിസ്ഥാനത്തിലും പാടില്ല, ക്രിസ്ത്യൻ മതത്തിന്റെ അടിസ്ഥാനത്തിലും പാടില്ല. അതുകൊണ്ട് AK ആന്റണി പുണ്യാളം ചമഞ്ഞ് ഇത്ര വലിയ ഗീർവാണം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആ മുസ്ലിം ലീഗിനെ ഒന്നെടുത്തങ്ങ് മാറ്റി നിർത്തട്ടെ, എന്നിട്ട് വാ വർത്താനത്തിന്. പിന്നെ ഫിലിപ്പ് പ്രസാദിന്റെ വർത്താനം കേട്ടപ്പോൾ അദ്ദേഹം ഇത്ര ശുദ്ധീകരിക്കാനാണെന്ന് ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്.
എന്താ പറയുന്നത്? എല്ലാ കാര്യത്തിലും യോജിപ്പില്ല. ശില്പം പ്രധാൻ കൃത്യമായിട്ട് മർമ്മം കാണുക. അടിസ്ഥാന പ്രശ്നം എന്താ? BJPയുടെ അടിസ്ഥാന നിലപാടെന്താ? ഹിന്ദു രാഷ്ട്രം. ആ മതാധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രത്തെ ഗുരുദർശനങ്ങളോ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ നിലപാടോ അംഗീകരിക്കുന്നുണ്ടോന്ന്? ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര പ്രശ്നം. അപ്പോൾ പറയുന്നു അത് അംഗീകരിക്കണമെന്നില്ല, ഒരു വ്യത്യസ്ത സ്പേസ് കൊടുത്ത് കളയാം. കഷ്ടം കേട്ടോ, നിങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ ഒരു ചരിത്രമൊക്കെ അറിയാവുമ്പോൾ ഈ ഇന്ത്യയിൽ ഈ ചരിത്രഘട്ടത്തിൽ വന്നു നിന്ന് ഇങ്ങനെ പറയുമ്പോൾ സങ്കടവും കഷ്ടവും തോന്നുക. എന്തായാലും നിങ്ങൾ ഇത്ര ശുദ്ധധിക്കാരനായിപ്പോയല്ലോ. കേരളത്തിൽ നടക്കുന്ന ചർച്ചകള്, ആ വർഗീയതയുടെ ആരവം, അതിന്റെ ഇതൊക്കെ എത്രയോ മാധ്യമങ്ങളിൽ വരുന്നു. അതൊന്നുമില്ല. ഒരു ക്ലീൻ സ്ലേറ്റിൽ നിങ്ങളിപ്പോൾ പുതിയ സ്വപ്നവും കണ്ടുകൊണ്ട് എന്നിരിക്കുക കുറച്ച് ചിന്തകന്മാർ. കഷ്ടം തന്നെ. തുടരുക. ശ്രീ ഫസൽ ഗഫൂർ കൂടി ചർച്ചയിൽ. ഡോക്ടർ ഫസൽ ഗഫൂർ, സംവരണ വിഷയത്തിൽ താങ്കളുടെ MES-ഉം SNDP യോഗവും ഒക്കെ ഒരു പക്ഷത്തായിരുന്നു, NSS അതിൻ്റെ എതിർപക്ഷത്തായിരുന്നു. പാർശ്വവൽകൃതരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് SNDP യോഗം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംവരണമടക്കമുള്ള വിഷയങ്ങൾ അതിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ എന്തിനാണ് താങ്കളുടെ സംഘടനയും താങ്കളും SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണത്തെ ഒരല്പം ഭയത്തോടുകൂടി വീക്ഷിക്കുന്നത്? ഞങ്ങളൊരു ഭയത്തോടുകൂടി വീക്ഷിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടി ആദ്യം ദാമോദർ വിനായക് സർവർക്കറുടെ ഹിന്ദുത്വ, അതിനുശേഷം ദീനദയാൽ ഉപാധ്യായയുടെ ഇൻ്റഗ്രൽ ഹ്യൂമാനിസം, പിന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗാന്ധിയൻ സോഷ്യലിസത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഗോവിന്ദാചാര്യയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെത്തിയിരിക്കുകയാണ്. എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്? പിന്നോക്ക സമുദായങ്ങളെ മുന്നിൽ നിർത്തുക. ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിമാരെ മുഴുവനും പിന്നോക്കക്കാർ. ശിവരാജ് ചൗഹാൻ തൊട്ടിട്ട് ഈ ഉമാഭാരതി വരെയുള്ള മുഖ്യമന്ത്രിമാർ പിന്നോക്കം, അവരുടെ പ്രധാനമന്ത്രി പിന്നോക്കം. പിന്നോക്കമൊന്നുമല്ല, അദ്ദേഹത്തെ സമുദായത്തെ ജസ്റ്റ് ഇലക്ഷന് മുമ്പ് ഗോദർക്ക് മുമ്പ് പിന്നോക്ക സമുദായ പട്ടികയിൽപ്പെടുത്തിയത്. അത് മുന്നോക്ക സമുദായമാണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതേമാതിരി തന്നെ പിന്നോക്ക പാർട്ടികളുമായിട്ട് അലയൻസ് ഉണ്ടാക്കുക. ഉദാഹരണമായിട്ട് നിതീഷ് കുമാറുമായിട്ട് ആദ്യം അലയൻസ് ഉണ്ടാക്കി, ഇപ്പോൾ രാം വിലാസ് പാസ്വാനായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു, മായാവതിയായിട്ട് അലയൻസ് ഉണ്ടാക്കി ഉത്തർപ്രദേശിൽ. അവിടെ എല്ലാം ചെയ്തിരിക്കണം. സംവരണത്തെ ഇവർ മൂടിയിരിക്കുകയാണ്. അവിടെ ഒന്നും മുന്നോക്കത്തിൽ പിന്നോക്കം ഇവർ പറയുന്നത്. കുറെ പഴയ ചിന്തകന്മാരായിട്ട് അവരെയൊക്കെ പഴയ വികലമായ ചിന്തകൾ നമ്മൾ കേട്ടിട്ടുള്ള മുമ്പ്. മനസ്സിലല്ലേ? തോമസ് ഐസക്കിന് എന്നെക്കാട്ടും നല്ലോണം അറിയാലോ ഇവരുടെയൊക്കെ വികലമായ ചിന്തകൾ. ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഈ ചിന്തകന്മാരെയും കൂട്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് കുറേ ആൾക്കാരെ വിളിച്ച് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ചിന്തകൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവി, അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമുദായിക നേതാവ് പങ്കെടുത്തോ? എത്ര ഹിന്ദു സമുദായത്തിലെ ആൾക്കാരവിടെ പങ്കെടുത്തു? NSS പങ്കെടുത്തോ? അവിടെ KPMS പങ്കെടുത്തു? തെറ്റാണ്, KPMS പങ്കെടുത്തിട്ടില്ല. പുലേ മഹാസഭയുടെ ഏറ്റവും വലിയ നേതാവ് പുന്നല ശ്രീകുമാറാണ് പങ്കെടുത്തോ? ധീവരസഭയുടെ നേതാവായ ദിനകരൻ പങ്കെടുത്തോ? ഞാൻ സമുദായ സംവരണ മുന്നണിയുടെ സെക്രട്ടറിയും വെള്ളാപ്പള്ളി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എന്താ പറയുക? മുന്നോക്കത്തിൽ പിന്നോക്കം കൊടുക്കാൻ പാടില്ല. അതിന് ഫണ്ട് ചെയ്തിട്ടുള്ള SNDP ആണ്. എൻ്റെ അടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇപ്പോഴും ഈ വേണച്ച ഞാൻ ഈ ചാനൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അതിൽ എത്ര പണം SNDP ഇട്ടിട്ടുണ്ടെന്ന്. അവരുടെ ഒറ്റ ഉദ്ദേശമാണ് ഇവിടുത്തെ പാവപ്പെട്ട നായർക്ക് ഒരു സംവരണം കൊടുക്കാൻ പാടില്ല. ഇപ്പൊ രാധാകൃഷ്ണൻ പറയട്ടെ, BJPയുടെ വിശ്വാസം അതാണോ? മുന്നോക്കത്തിൽ പിന്നോക്കത്തിന് അനുകൂലമാണ് BJP. ശ്രീ ഫിലിപ്പം പ്രസാദ്, ഇതൊരു ചരിത്ര സന്ദർഭമാണ്. നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ബുദ്ധിജീവികളെങ്കിലും സാധാരണ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ആളെ പ്രണയിക്കാനൊക്കെ വിലക്കുകളോ തടസ്സങ്ങളോ ഉണ്ടാകുന്ന ഒരു കാലത്ത് നിങ്ങൾ ഏത് ചേരിയിലാണ് എന്ന ചോദ്യം വരുമ്പോൾ അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ചില ആലോചനകൾ നടത്തിയിട്ട് വരാം എന്നുള്ളതല്ലല്ലോ അതിന് കൊടുക്കേണ്ട മറുപടി. ഒരു സാമൂഹ്യ സാഹചര്യത്തെ എങ്ങനെ നേരിടണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ വലിയ വീഴ്ച ഈ നാട്ടിലെ ഒരു വിഭാഗം ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചേരിതിരിവ് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരു UPയുടെ ഒരു മൂലയിൽ ഉണ്ടായ ഒരു സംഭവം, ഗുൽബർഗിയെ കൊന്ന ഒരു സംഭവം, ഇത്തരം 2 or 3 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളത് അടിവര ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചേരിതിരിവിനെ കാണേണ്ടത് എന്നുള്ള
മൗഢ്യം ശ്രീ എനിക്കില്ല. ഫിലിപ്പം പ്രസാദ്, ഒരു ഇത് കൽബുർഗി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചേരിതിരിവിനെ വൃദ്ധനെ യു പിയിൽ നിർണ്ണയിക്കുന്ന തല്ലിക്കൊന്നു, ഒരു മുസ്ലിം ഘടകമാകാം. മധ്യവയസ്കനെ തല്ലിക്കൊന്നു പക്ഷേ എല്ലാ ഘടകവും എന്നുള്ളതിലേക്കൊക്കെ അതാണ് ചുരുക്കാതെ എന്ന് തൃശ്ശൂരിലെ പറയുന്നത് കേരളവർമ്മ കോളേജിലേക്ക് പോലും അങ്ങനെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇടപെടുകയാണെങ്കിൽ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും പിടിമുറുക്കുന്ന ഒരു അധികാര ഭാവമുണ്ടല്ലോ. ഈ അടുത്ത ചുംബന സമരം നടന്നപ്പോൾ അതിനോടുള്ള പ്രതികരണം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുകയുണ്ടായി. ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സമഗ്രാധിപത്യം പുലർത്താൻ ഫാസിസം ഒരുങ്ങുന്ന ഒരു ഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലാതെ ഏതോ ഒരു കൽബുർഗിയെ ആരോ ഒരാൾ വെടിവെച്ചു കൊന്നോ എന്നുള്ളതല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരാളുടെ അഭിപ്രായ പ്രകടനത്തെ വഴിക്ക് വെച്ച് മുടക്കുന്ന സമീപനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അത് നല്ല പത്രപ്രവർത്തനമല്ല, മീഡിയ പ്രവർത്തനമല്ല. അതാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഞാനിതാ പോകുന്നു. എന്താ വേണ്ടത്? പറയാനുള്ളത് പൂർത്തിയാക്കാൻ അവസരമുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം. എന്നാൽ പറയാം, പൂർത്തിയാക്കുന്നു. അതായത് ഒരു രണ്ടോ മൂന്നോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നതും ആയിട്ടുള്ള പൊതുവായ പ്രശ്നങ്ങളിൽ ചേരി നിശ്ചയിക്കുന്നത് 3-4 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചേരി തിരിക്കാൻ മാത്രം കാണാൻ ഞാൻ തയ്യാറല്ല. ഈ സംഭവങ്ങളെ എതിർക്കുന്നവരുടെ കൂട്ടായ്മ തന്നെയാണ്, ഈ സംഭവങ്ങളെ നഖശികാന്തം എതിർക്കുന്നവരുടെ കൂട്ടായ്മ തന്നെയാണ് SNDP യോഗത്തിൻ്റെ ഒരു വിഭാഗം നേതൃത്വം ഏറ്റെടുത്ത് പുതുതായി ആവിഷ്കരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഗുൽബർഗയെ കൊല്ലുന്നതിനെയും പശുവിറച്ചി നിരോധിക്കുന്നതിനെയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ തയ്യാറല്ലാത്തവരുടെ പ്രസ്ഥാനം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതല്ലാതെ അതൊരു ഹിന്ദു മതഭ്രാന്തന്മാരുടെ പ്രസ്ഥാനമായിരിക്കില്ല. ശരി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു. എന്തായാലും അക്കാര്യത്തിൽ എനിക്ക് സംശയങ്ങളുണ്ട്. കാരണം അങ്ങേയറ്റം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഒരു നിമിഷം തുടരുക. ഡോക്ടർ ടി എം തോമസ് ഐസക്, ദലിതരെ അമ്പലത്തിൽ കയറിയതിനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ടതിനോ മുൻപും കൊന്നിട്ടുണ്ട്. വർഗീയ ലഹളകൾ രാജ്യത്ത് വളരെ കാലം മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പുതിയതല്ല. പുതുതായി ഇവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ കർണാടകയിൽ എന്തോ നടന്നു എന്ന് കരുതി നമുക്കിവിടെ എന്താണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ സാമാന്യമായ വിവക്ഷ. ഫിലിപ്പം പ്രസാദ് എങ്ങനെ ചരിത്രം ഇങ്ങനെ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കുൽബർഗിയോ പൻസാരയാണോ? ഫിലിപ്പം പ്രസാദ് ഒരു ചോദ്യത്തിന് മറുപടി പറയൂ. ആ സിഖ് കലാപം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വർഗീയ ലഹളകളിൽ, മുസ്ലിം വേട്ടയില് എത്ര എണ്ണം, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ അക്രമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ RSS മറുപക്ഷത്തില്ലാത്ത നടന്നിട്ടുണ്ടോ എന്ന് പറ. എന്നിട്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഒരു കുൽബർഗി, പൻസാര അല്ലെങ്കിൽ അവിടെ ചുംബന സമരം അത് വെച്ചിട്ടാണോ പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടെന്നുള്ള ചോദ്യം എങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നു? ഈ ചെയ്ത അതിക്രമങ്ങളൊക്കെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ച് ബീഹാറിലെ കൃത്യമായ കണക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നില്ലേ? ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് JDU സഖ്യം നിലനിൽക്കുന്ന സമയത്തുണ്ടായതിന്റെ 4 മടങ്ങ് വർഗീയ സംഘർഷങ്ങള്. മുസഫർ നഗർ സംഘർഷം എന്തെന്നറിയാലോ? ഈ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് വർഗീയ ചേരിതിരിവ് ഇന്ത്യയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് നിങ്ങൾ ഇത്ര നിസ്സംഗമായിട്ട് ഇങ്ങനെ അയ്യോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇതല്ല, വേറെ ഒന്നും ചരിത്രവും ഇല്ല, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു മിസ്റ്റർ? കഷ്ടം. താങ്കൾക്കും ഈ ചർച്ചയിൽ പങ്കുചേരാം. താങ്കളുടെ പാർട്ടിയാണല്ലോ ആക്ഷേപിക്കപ്പെടുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ 125 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് കോൺഗ്രസും പ്രതിപക്ഷവും ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇത് പർവ്വതീകരിക്കുകയാണ്. എനിക്ക് വിനയപരസ്പരം ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ദൈവത്തിൻ്റെ മാലാഖയായ കന്യസ്ത്രീ അമ്മ കേരളത്തിൽ വന്ധ്യവയോധികയായ കന്യസ്ത്രീ കൊല ചെയ്യപ്പെടുന്നു. അതിന് ശ്രീമാൻ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഉത്തരവാദികളാണെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? കേരളത്തിൽ നടന്ന സംഭവമല്ലേ? തോമസ് ഐസക് ഗംഭീരമായി സംസാരിക്കുന്നത് കേട്ടല്ലോ. സഖാവ് നയനാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ നാദാപുരത്തും വടകരയിലും മേപ്പയൂരിലും പള്ളി വിളിച്ചത്, മുസ്ലിങ്ങളെ കൊല ചെയ്തത്? ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ടൗൺ ഹാളിലെ സംഭവമാണ് പരിശോധിക്കേണ്ടത്. ഇതിനുടനീളം ഈ പ്രസംഗങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആദ്യ അവസാനമുള്ള സർവമാന നേതാക്കന്മാരും BJPക്കെതിരെ. എന്താ കാരണം? ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ കൂട്ടുകെട്ടാണ്. ഒരു ഭാഗത്ത് ലീഗിനെ തോളത്ത് കൈയിടുന്നു, തോമസ് ഐസക്കിന്റെ പാർട്ടി മദനിയുടെ കൂടെ നിൽക്കുന്നു, മദനിയുമായി കെട്ടിപ്പിടിക്കുന്നു. മതപരിവർത്തനം ചെയ്യുന്ന ആളുമായി പിണറായി വിജയൻ എന്നെ സഖ്യം ചേർന്ന് മതേതരത്വത്തിന്റെ പ്രസംഗം നടത്തുന്നു. ഇവർക്കൊക്കെ ജനങ്ങളോട് എന്താ സൂചിപ്പിക്കാനുള്ളത്? ഇവർ തമ്മിൽ ഇതിന് പരസ്യമായി കൂട്ടുകൂടുന്നതിന് പകരം
കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നൊരു സൗഹൃദ സമരം നടത്തിക്കൂടെ? അല്ലെങ്കിൽ സൗഹൃദ തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ? ഞങ്ങളാണോ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി? ഇത്രയധികം ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ സമയം ചെലവഴിക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അച്യുതാനന്ദനും സഖാവ് തോമസ് ഐസക്കും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർക്ക് മൂന്നാറിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഇവരല്ലേ? മൂന്നാറിലെ 232 രൂപ കൊടുക്ക് പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ചിട്ടുള്ള ഈ ആളുകൾ അതവിടെ നിൽക്കട്ടെ ശ്രീ എൻ രാധാകൃഷ്ണൻ. ശ്രീ അനിൽകുമാർ, ഇവിടെ BJP എന്ന പൊതുശത്രുവിനെ നേരിടാൻ അല്ലെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത് തടയാൻ എന്തു മാർഗവും സ്വീകരിക്കുമോ? ഇന്ന് AK ആന്റണി പറഞ്ഞത് കേരളത്തിൻ്റെ മുഖം വികൃതമാക്കാൻ, കേരളത്തെ ഭ്രാന്താലയമാക്കാനാണ് BJPയുടെ രാഷ്ട്രീയം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ ആപത്ത് നേരിടുന്നതിനായിരിക്കുമല്ലോ പ്രയോറിറ്റി. കേരളത്തിൽ BJP വേരൂന്നത് തടയാൻ എന്ത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും കോൺഗ്രസ് തയ്യാറാണോ? കേരളത്തിൽ BJP വേരൂന്നാനൊന്നും പോകുന്നില്ല. അതേക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ധാരണയും വേണ്ട. കേരളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവർ ഈ കാണിക്കുന്ന അംഗമൊക്കെ തീരും. പക്ഷേ നേരത്തെ അദ്ദേഹം ഒരു എന്താ പറയാ മീറ്റിംഗിൽ പങ്കെടുപ്പത്തേക്കും ശ്രീ ഫിലിപ്പം പ്രസാദ് പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ, ഒരു കൽബുർഗിയെ കൊന്നതാണോ അല്ലെങ്കിൽ ഇത്തി മാംസം ഭക്ഷിച്ചതിന് ഒരാളെ കൊന്നതാണോ നിസ്സാര കാര്യമാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ കുറച്ച് മാംസം വെച്ച് ഭക്ഷിച്ചതിന്റെ പേരിൽ ആരെങ്കിലും കൊന്നിട്ടില്ലല്ലോ. അവരുടെ ആശയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ ഒരു എഴുത്തുകാരൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു എഴുത്തുകാരൻ എഴുത്ത് നിർത്തിയിട്ടുണ്ടോ? പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്തിനു എഴുത്ത് നിർത്തി? അപ്പൊ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം, അമിത്ഷാ BJPയുടെ അധ്യക്ഷനായതിനു ശേഷം അവരുടെ ആശയങ്ങൾക്കെതിരായി ആരെല്ലാം നിൽക്കുന്നുവോ, അവരുടെ ആശയങ്ങൾക്കെതിരായി ആരെല്ലാം പോരാട്ടം നടത്തുന്നുവോ അവരെയെല്ലാം ഇല്ലായ്മ ചെയ്യണം എന്നുള്ള നിലപാടാണ്. മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പാർലമെന്റ് അംഗങ്ങളുണ്ട് ഈ രാജ്യത്ത്. മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്ന് പറഞ്ഞ മന്ത്രിമാരുണ്ട് ഈ രാജ്യത്ത്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകും? അതിനെയെല്ലാം നിഷേധിക്കുവാനോ അതിനെയെല്ലാം തിരുത്തുവാനോ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമായ വിമർശനങ്ങളാണ് ശ്രീ KP അനിൽകുമാർ. തീർച്ചയായും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അത് ഉന്നയിക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, കേരളം ഒരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കുക. മഞ്ചേശ്വരത്തും നേമത്തും ഒക്കെ സാധാരണഗതിയിൽ ആക്ഷേപം വരാറുണ്ട്, BJP ജയിക്കാതിരിക്കാൻ ഏതെങ്കിലും ഒരു മുന്നണി വോട്ട് മറിച്ചു എന്ന്. കേരളത്തിൽ 5-6 സീറ്റുകളിലെങ്കിലും BJP കാര്യമായ ജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാതിരിക്കാൻ BJPയാണ് ഏറ്റവും വലിയ ഭീഷണി എന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം ഈ രണ്ട് മുന്നണികളും സ്വീകരിക്കുമോ? അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അതാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ച് BJP അക്കൗണ്ട് തുറക്കാതിരിക്കണം എന്നുള്ളത് ഇവിടെ മതേതരത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെ ആഗ്രഹമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകും. അതിന്റെ പേരിൽ AN രാധാകൃഷ്ണൻ പറയുന്നത് പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കോ ഞങ്ങൾ തയ്യാറല്ല. മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ഇവരുടെ മുന്നേറ്റങ്ങളെയും തടയാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. ശരി, തുടരുക. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ വെള്ളാപ്പള്ളി നടേശനൊപ്പം സംവരണത്തിന് വേണ്ടി ഒരു മുന്നണിയായി നിൽക്കുകയും നിയമപോരാട്ടം നടത്തുകയും ചെയ്ത ചരിത്രം പറഞ്ഞുവല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വിവിധ കക്ഷികളുടെ ഏകോപനമാണ് ഏറ്റവും അനിവാര്യം എന്ന് തോന്നുന്നതിന് പല ഘടകങ്ങളുണ്ടാകും. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി മുതൽ ഈഴവരും പേര് നോക്കി വോട്ട് ചെയ്യണം, ഇത്രയും നാളും ചിഹ്നം നോക്കി വോട്ട് ചെയ്തു, മറ്റ് സമുദായങ്ങളൊക്കെ പേര് നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, നമുക്കെന്തുകൊണ്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത് നിർത്തിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പരിസരം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിവിധ സംഘടനകളാകട്ടെ ജനവിഭാഗങ്ങളാകട്ടെ ഏകീകൃതമായി തെരഞ്ഞെടുപ്പുകളിൽ സമീപനം സ്വീകരിക്കുകയും ആ സമീപനത്തെ വിജയിപ്പിക്കുകയും വലിയ തോതിൽ വിലപേശൽ ശക്തിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ്. ശക്തമായ ന്യൂനപക്ഷ വർഗീയത ഉള്ളതുകൊണ്ടല്ലേ ഭൂരിപക്ഷ വർഗീയതയും അതേ അളവിൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത്? ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾ പറഞ്ഞതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ മുസ്ലിം ലീഗിനെ പറ്റിയിട്ട്, മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇവിടെ എന്ത് സ്വാധീനമുള്ളത്? ആകെ 15 നിയോജകമണ്ഡലത്തിലുണ്ട്. അത് പോട്ടെ, ഇപ്പോൾ 20 MLA ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 10 നിയോജകമണ്ഡലത്തിൽ ഹിന്ദുക്കൾ മാറി വോട്ട് ചെയ്താൽ ഇവർ തോറ്റുപോകും. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നാൽ തന്നെ കേരളത്തിലെ 140ഓളം നിയോജകമണ്ഡലങ്ങളിൽ കൂടി വന്ന 20-25 നിയോജകമണ്ഡലത്തിലെ കണക്ക് പ്രകാരം അവർക്ക് വോട്ട് ചെയ്ത് ജയിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതല്ല ഇവിടെ ഈ വിഷയം കിടക്കുന്നത്. അതിനൊരു ചെറിയ പശ്ചാത്തലമുണ്ട്. ഈ മലബാറിലെ മാപ്പിളമാർ പണ്ട് തമിഴ്നാട്ടിലായിരുന്നു, അതിങ്ങോട്ട് കൂടിച്ചേർന്നപ്പോൾ അവിടെ ഈ ലീഗ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിമുകൾ എത്ര ശതമാനമാണ് ലീഗിന് വോട്ട് ചെയ്യുന്നത്? ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളത് 30% ഉള്ളൂ. പോട്ടെ, ഞാനൊരു 40% കൊടുക്കുക വോട്ട്. എന്നാലും 60% മുസ്ലിമുകൾ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജനതാ പാർട്ടിക്കും അത്തരത്തിലുള്ള പാർട്ടികൾക്കാണ്. ഈ ഒരു മലബാറിലെ പ്രത്യേകിച്ച് ഒരു 3-4 ഡിസ്ട്രിക്റ്റുകളിലുള്ള വിഷയം മാത്രമാണ് അവിടെ കമ്മുള്ളൂ. അതേമാതിരി തന്നെയാണ് കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു കേരള കോൺഗ്രസ്. നമുക്കതിൻ്റെ ചരിത്രം അറിയാലോ. പി.ടി. ചാക്കോട പീച്ചി യാത്രയും പിന്നീട് പി.ടി. ചാക്കോട ഖബറിൽ പോയിട്ട് ഇവറ്റങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയ പാർട്ടിയിൽ നായരുണ്ടായിരുന്നു ആ കാലത്ത്. പിന്നീട് നായർ പുറത്തുപോയി. ഇപ്പോൾ വെറും സൂര്യൻ കത്തോലിക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള CSI-കാരനും പ്രൊട്ടസ്റ്റന്റും ഓർത്തഡോക്സ് സഭയൊന്നും ഇവർക്ക് വോട്ട് ചെയ്യുന്നവരൊന്നുമല്ല. ഇത് നിങ്ങളുടെ തെറ്റായ കണക്ക്. അങ്ങനെ ഒരു വർഗീയ വോട്ടിംഗ് ആണെങ്കിൽ ഇവിടെ എത്ര തവണ CPM അധികാരത്തിൽ വന്നു? കഴിഞ്ഞ തവണ CPM അധികാരത്തിൽ വന്നില്ലേ? മുസ്ലിം ഭൂരിപക്ഷ നിയോജക മണ്ഡലങ്ങൾ കുഞ്ഞാലിക്കുട്ടി തോറ്റു, മുനീർ തോറ്റു, സകല E.T. മുഹമ്മദ് ബഷീർ തോറ്റു. വർഗീയമായ വോട്ടാണ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് അതിൻ്റെ കരുക്കൾ നീക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഗെയിമാണെന്ന് മാത്രം. ഞാൻ ഫിലിപ്പ് പ്രസാദിന് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയണത് ഒറ്റപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തിന് കണക്കുകൾ പറഞ്ഞു കൊടുക്കുക. നെല്ലി ആസാം മരിച്ചത് 10,000 പേര്. ഗുജറാത്ത് 1969 ഹിതേന്ദ്ര ദേശായി മുഖ്യമന്ത്രി മരിച്ചത് 10,000. 1990 മാധവ് സിംഗ് സോലങ്കി മുഖ്യമന്ത്രി. സന്തോഷ് രാധാകൃഷ്ണൻ കേൾക്കുമ്പോൾ എല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേരാണ് പറയുന്നത്. 1980 മാധവ് സിംഗ് സോലങ്കി സൂറത്തിൽ മരിച്ചത് 5,000. മൊറാദാബാദിൽ VP സിംഗ് മുഖ്യമന്ത്രി മരിച്ചത് 5,000. അതിൻ്റെ റേറ്റ് ഇപ്പോൾ നടക്കുകയാണ്. ശ്രീകൃഷ്ണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തായി? അപ്പോൾ ഇത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഭാരതത്തിൽ അവർക്ക് സുരക്ഷിതത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അവർ വളരെ 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 ജാഗരൂകരാണ്. എന്താണ് സംഭവിക്കാൻ പോകുകയെന്ന് പറഞ്ഞത്? രാധാകൃഷ്ണന്റെ മറ്റ ആൾക്കാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സംഘപരിവാറിന്റെ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ നിലക്ക് നിർത്തുക. കുറേ സാധ്യമാരും അതുമാതിരിയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും ടൊഗാഡിമാരും ഒക്കെ ഉണ്ട്. അവരൊന്നും ഭാരതീയ ജനതാ പാർട്ടി മുഖ്യധാരയിലുള്ളതല്ല. ലെറ്റ് ദം ഗോ ബാക്ക് ടു അടൽ ബിഹാരി വാജ്പേയിസ് ഗാന്ധിയൻ സോഷ്യലിസം. അന്ന് ഇവിടെ സ്വീകാര്യമായിരിക്കും ആൾക്കാർക്ക്. അല്ലാതെ ഈ പ്രാന്തന്മാരെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി അടുത്ത ഇലക്ഷനിൽ തോപ്പിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല നിരീക്ഷണമാണത്. തുടരുക. ശ്രീ ഫിലിപ്പം പ്രസാദ്, ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ താങ്കളുടെ നിലപാടിലാണ് അത്ഭുതം കൂറുകയും ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. താങ്കൾക്ക് കൂടുതൽ വിശദീകരിക്കാം. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഭ്രാന്തന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ BJPയുടെ അന്ത്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന സംഭാവന നൽകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവരെ ഭ്രാന്തന്മാരെ ചങ്ങലക്കിട്ട് നിർത്തുകയും അവരെ കൈയൊഴിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കുന്നവരെ ന്യായീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഒരുമ്പെട്ടിട്ടില്ല. അത് അവരുടെ ഐശ്വര്യമാണ്. ഭ്രാന്തന്മാർ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. അത്തരം ഭ്രാന്തന്മാരെ നിലയ്ക്ക് നിർത്താത്ത പാർട്ടികൾ അജിരേണ നശിച്ചിരിക്കും. അത് BJP ചെയ്യുന്നില്ലെങ്കിൽ BJPയുടെ വോട്ട് സപ്പോർട്ട് കാലക്രമത്തിൽ കുറഞ്ഞു വരും. ആ കുറവിൻ്റെ മുമ്പിൽ അവർ നിസ്സഹായരായി പോകും. അതുകൊണ്ട് ഹൈന്ദവതയിലെ ഏറ്റവും വേഴ്സ്റ്റ് മുഖമായ കൊല ചെയ്ത് പ്രശ്നം പരിഹരിക്കുക. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യർ മുസ്ലിംസ് മാത്രമൊന്നുമല്ല മാംസഭക്ഷണം നടത്തുന്നത്. പട്ടികജാതിക്കാരൻ മാംസഭക്ഷണം നടത്തുന്നവനാണ്. ബാക്ക്വേർഡ് കാസ്റ്റ് മാംസം ഭക്ഷിക്കുന്നവരാണ്. പശുവിനെയും കാളയെയും ഇറച്ചിയായി ഉപയോഗിച്ചില്ലെങ്കിൽ റോഡേ കൂടി നടക്കാൻ പറ്റില്ല. നമ്മൾ കാളകളെ ഇപ്പോൾ ഒരിക്കലും കൃഷിക്കായി ഉപയോഗിക്കുന്നില്ല. കറവ പറ്റിയ പശുവിനെ നമുക്ക് മുഴുവൻ ആൾക്കാരെ ഒന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് കറവ മാടുകളെ മുഴുവൻ സംരക്ഷിക്കാനും കാളകളെ മുഴുവൻ സംരക്ഷിക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയില്ല. അവരെയെല്ലാം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് ഇറക്കി വിട്ടാൽ നിങ്ങളുടെ ഒരു കാറും ഇതിൻ്റെ മുമ്പിൽ കൂടി നടക്കില്ല. അതൊക്കെ അപ്രായോഗികമായ അശാസ്ത്രീയമായ സാമ്പത്തിക അടിത്തറ പോലും ഇല്ലാത്ത വെറും കള്ള മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങളുടെ പുറത്ത് ഒരു നാടിനെ നശിപ്പിക്കാനുള്ള ഭ്രാന്ത് BJPയുടെ ഇന്നത്തെ സംഘപരിവാറിൻ്റെ പോലും ഇന്നത്തെ നേതൃത്വത്തിന് ഇല്ല എന്നാണ് ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർ TM തോമസ് ഐസക്, BJPയോടുള്ള സമീപനത്തിലും വർഗീയതയോടുള്ള സമീപനത്തിലും ഏതാണ്ട് ഒരേ നിലപാടാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മുന്നണികൾക്ക്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ BJP സംസ്ഥാനത്ത് വേരുപിടിക്കുന്നത് തടയാൻ രണ്ടുപേരും എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി കൗതുകകരമായി കാത്തിരിക്കുന്ന കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എടുത്താൽ
നേമം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വോട്ടും കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥിമാരുടെ വോട്ടും സാധാരണ കിട്ടുന്നതിൽ നിന്ന് കുറവായിരുന്നു. അതായത് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അങ്ങനെ BJP എവിടെയെങ്കിലും ജയിക്കും എന്ന് തോന്നിയാൽ ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ BJPയെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുകയാണ് മുഖ്യ അജണ്ട എന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാകുമോ? BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനും അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്യാണ് എവിടെയായാലും. അതുകൊണ്ട് കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ സഹായിച്ചു കൊടുക്കുക എന്നുള്ള അടവില്ല. രണ്ടുപേർക്കും എതിരായിട്ട് പ്രചാരണങ്ങൾ നടത്തി അതിൽ BJP പുതുതായിട്ട് കാലുറപ്പിക്കാനായിട്ട് ഇവിടുത്തെ സാമുദായിക സംഘടനകളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നു കാണിച്ചുകൊണ്ട് ആ സമുദായങ്ങളിലൊക്കെ പിന്നോക്ക സമുദായങ്ങളിലെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള വലിയൊരു പാരമ്പര്യം ഉണ്ടെന്ന് BJPക്ക് മനസ്സിലാവാത്തത്. ആ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ BJPയെ നേരിടുന്നു, UDFനെ വിമർശിക്കുന്നു. രണ്ടുപേരെയും ആരെയോ ഒരേപോലെ എതിർക്കുന്നതല്ലാതെ എന്നാൽ ഇനിയിപ്പോൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഈ കേരളത്തിൽ സഹായിക്കേണ്ട ആവശ്യമില്ല. BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. കേരളത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ BJPയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള ഞങ്ങൾ അധികാരത്തിൽ മാറ്റി നിർത്തുന്ന നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന കേരളത്തിലും ബംഗാളിലും എല്ലാമുള്ള കോൺഗ്രസിനെ ഡൽഹിയിൽ പിന്താങ്ങിയിട്ടുണ്ട്. അതിനെ പിന്താങ്ങിയതിന് ഒരു അപകർഷണവും ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല. ഒരു മന്ത്രിസ്ഥാനോ ഒരു ചെറിയ ഒരു ആനുകൂല്യമോ ചോദിച്ചിട്ടില്ല. അത് കാണിക്കുന്നത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് എത്രമാത്രം ബദ്ധശ്രദ്ധരാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ഒരിടപാടുകൾക്കും ഉണ്ടാവില്ല. രണ്ടുപേരെയും കേരളത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. വ്യക്തമാണ്. ശ്രീ AN രാധാകൃഷ്ണൻ, കേരളത്തിലെ കോൺഗ്രസോ CPIMോ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുക എന്ന നിലപാടെടുക്കണം എന്നില്ല. ഒരുപക്ഷെ മുൻപും അവർ എടുത്തിട്ടുണ്ടാകില്ല. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത് സാധാരണ ജനങ്ങളാണല്ലോ. അവരുടെ ഇടയിൽ ഒരു ഏകീകരണം ഉണ്ടാവുകയും ജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്യുന്ന തികച്ചും സ്വാഭാവികമായ പ്രക്രിയ ആയിരിക്കില്ലേ കേരളത്തിൽ മുൻപും അരങ്ങേറിയിട്ടുണ്ടാകുക? അത് തന്നെ ഒരുപക്ഷെ ഇനിയും നടക്കാം. പക്ഷേ രണ്ട് തരത്തിലുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ ബഹുമാന്യനായ O രാജഗോപാൽ നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ആ സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് വെറും 22,000 വോട്ടാണ്. സഖാവ് ശിവൻകുട്ടി അവിടെ ജയിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നല്ലാതെ അതിനെന്താ പേര് പറയുക? കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ പോരെ? ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വ്യക്തമല്ലേ? കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇവർക്ക് കിട്ടിയതായിട്ട് 24,000 വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇന്നിവിടെ ഉണ്ടായൊരു പ്രധാന പ്രത്യേകത, ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ വികാരപരമായിട്ടും പെട്ടെന്ന് ഒരു വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനനായ AK ആന്റണി മുതൽ സുധീരൻ മുതൽ സർവമാന ആളുകളും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആ പരസ്യമായ പ്രഖ്യാപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്മേളനത്തിൽ നടന്നത്. ഇപ്പോൾ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താ? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കലാപം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയല്ലേ? വ്യാപകമായ രീതിയിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ സത്യം ചെരുപ്പിടാൻ തുടങ്ങുന്നതിന് മുമ്പ് നുണ പ്രചരണം കഴിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ശരി, കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് പോകാൻ സമയപരിമിതി മൂലമാണ് സാധിക്കാത്തത്. വളരെ നന്ദി ശ്രീ AN രാധാകൃഷ്ണൻ, ശ്രീ ഫിലിപ്പ് പ്രസാദ്, ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ KP അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഏതായാലും ഇന്ന് കോൺഗ്രസിന്റെ UDFന്റെ കൺവെൻഷൻ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ശക്തമായ പ്ലാറ്റ്ഫോമായി മാറി എന്നുള്ളതാണ് കൗതുകകരമായ, അതേസമയം തന്നെ ശ്രദ്ധേയമായ വസ്തുത. BJP അല്ല കേരളത്തിലെ മുഖ്യ ശത്രുവെങ്കിലും BJPയുടെ രാഷ്ട്രീയമാണ് ആപത്ത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി തന്നെ എറണാകുളത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലായിരുന്നു ചർച്ച. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.